വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ തുറന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലത്തെ ചോദ്യങ്ങൾ നമുക്ക് വേഗം ഒന്ന് പഠിച്ചിട്ട് പോകാം കേട്ടോ. 101ാമത്തെ ചോദ്യം, അണ്ടർ വിച്ച് റൂൾ ഓഫ് KCS ആക്ട് 1969 ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് മെൻഷൻഡ്. ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള റൂൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റൂൾസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിറ്റിങ്ങിൽ ഒന്നും നമുക്ക് കളയാനില്ല അല്ലേ. എല്ലാ ക്ലോസുകളും ശ്രദ്ധാപൂർവം പഠിച്ചിരിക്കേണ്ടതാണ്. സോ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് റൂൾ 64B, റൂൾ 63, റൂൾ 65, റൂൾ 42 ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് തന്നെ വെച്ച് പറയുന്നുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരിക? റൂള് 64B ആണ് കേട്ടോ ഉത്തരമായിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അസറ്റ് വിച്ച് മേ ഓർ മേ നോട്ട് എറൈസ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ എറൈസ് ചെയ്യാൻ പറ്റുന്ന അസറ്റ് വിച്ച് മേ ഓർ മേ നോട്ട്, ചിലപ്പോൾ അത് കടന്നു വരാം, അല്ലെങ്കിൽ വരാതെ ഇരിക്കാം അല്ലേ. ഒരു പ്രശ്നമാവാം, അല്ലെങ്കിൽ അല്ലാതെയാവാം. ചിലപ്പോൾ അങ്ങനത്തെ അസറ്റ്സിന് എന്താണ് പറയുക എന്നാണ്. ഫിക്സഡ് അസറ്റ് ആണോ, കണ്ടിൻജൻ്റ് അസറ്റ് ആണോ, കറണ്ട് അസറ്റ് ആണോ, നൺ ഓഫ് ദി എബവ് ആണോ, ഏതാണെന്നാണ്. അതായത് അത് ഭാവിയിലേക്കുള്ളൊരു കാര്യമാണ് അല്ലേ. ഭാവിയിൽ ചിലപ്പോൾ അത് നമുക്ക് നഷ്ടമായി ഭവിച്ചേക്കാം, അല്ലെങ്കിൽ ലാഭകരമായിരിക്കാം. അങ്ങനെ ആ രീതിയിൽ കാണുന്ന അസറ്റിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ടിൻജൻ്റ് അസറ്റ് ആണോ അല്ലേ. ഓക്കെ, 103ാമത്തെ ചോദ്യം, ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ യൂഷ്വലി കണ്ടക്ട്സ് ഡാഷ് ചെക്കിംഗ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്താണ് യൂഷ്വലി കണ്ടക്ട് ചെയ്യുന്നത്? റെഗുലർ ചെക്കിംഗ് ആണോ, ഡീറ്റെയിൽഡ് ചെക്കിംഗ് ആണോ, അതോ വോളണ്ടറി ചെക്കിംഗ് ആണോ, അതോ ടെസ്റ്റ് ചെക്കിംഗ് ആണോ? ഏതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ യൂഷ്വലി കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ടെസ്റ്റ് ചെക്കിംഗ് ആണ് ചെയ്യുക കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ടെസ്റ്റ് ചെക്കിംഗ് ആണ്. പിന്നെ GST, അത് ഇപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇത്ര എളുപ്പത്തിൽ, ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പത്തിൽ ഉണ്ടാവുക അല്ലേ. ഇത് 2024 തന്നെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ അതിലെ ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പം നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ 104 ഏതാണ്? GSTയുടെ ഫുൾ ഫോം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ ബേസ് എന്താണെന്നാണ് കേട്ടോ. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിലാണ് കണ്ടക്ട് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ടോട്ടൽ സെയിൽസ് ആണോ, മാർക്സ് സെക്യൂർഡ് ആണോ, വർക്കിംഗ് ക്യാപിറ്റലാണോ, ഓൾ ഓഫ് ദി എബവ് ആണോ? എന്ത് നോക്കിയിട്ടാണ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഉത്തരം എന്താണ്? മാർക്ക്. എത്ര മാർക്ക് ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായിട്ട് എത്ര മാർക്ക് കിട്ടി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ദ ഓഡിറ്റർ ഷുഡ് സ്റ്റഡി ഡാഷ്. എന്താണ് പഠിക്കുക മുമ്പേ? ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് എൻ ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റ് കമൻസ് ചെയ്യുന്നതിന് മുമ്പ് ആൾ എന്തൊക്കെയാണ് പഠിക്കുക എന്നാണ് ചോദിച്ചത്. ബിക്കോസ് സ്റ്റഡി എന്തൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് പ്രൊവിഷൻസ് ഓഫ് ആക്ട് ആൻഡ് റൂൾസ് ആണ്. ശരിയല്ലേ? ആക്ട് ആൻഡ് റൂൾസിൽ അധിഷ്ഠിതമായിട്ടാവണം ഓഡിറ്റിംഗ് നടത്തേണ്ടത്. പ്രിൻസിപ്പൽസ് ഓഫ് ഓഡിറ്റ് നോക്കണം. പിന്നെ ബൈലോസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോസ് വ്യത്യാസം ഉണ്ടാവുക അല്ലെ, അവരുടെ ടൈപ്പിനനുസരിച്ച് മാറും. സോ അതുകൊണ്ട് തന്നെ ബൈലോസും കൂടി എന്ത് ചെയ്യണം? നോക്കണം, വ്യക്തമായി നോക്കണം. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക ഓൾ ഓഫ് ദി എബവ് ആണ്. കാരണം എല്ലാം നോക്കണം എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, പ്രൊവിഷൻസ് ഓഫ് ആക്ട് ആൻഡ് റൂൾസ് നോക്കണം ഓഡിറ്റർ, അതുപോലെ പ്രിൻസിപ്പൽസ് ഓഫ് ഓഡിറ്റ് നോക്കണം, ബൈലോസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരം എന്താണ്? ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് അക്കൗണ്ട് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോമിനൽ അക്കൗണ്ട് ആണോ, ഇംപേഴ്സണൽ അക്കൗണ്ട് ആണോ, റിയൽ അക്കൗണ്ട് ആണോ, പേഴ്സണൽ അക്കൗണ്ട് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കതറിയാം, നമ്മൾ പാട്ടും പാടി ഉത്തരം എഴുതും അല്ലേ. നോമിനൽ അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കേട്ടോ. അടുത്തത്, ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിപ്രിസിയേഷൻ ഫ്രം ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഒരു അസറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ നിന്നും അതിൻ്റെ അസറ്റിൻ്റെ വാല്യൂ കുറച്ചാൽ
കിട്ടുന്ന ഒരു വാല്യൂവിനെ പറയുന്ന പേരെന്താണ്? ഫെയർ വാല്യൂ ആണോ, റിയലൈസബിൾ വാല്യൂ ആണോ, ബുക്ക് വാല്യൂ ആണോ, മാർക്കറ്റ് വാല്യൂ ആണോ, ഏതാണ് അതിൻ്റെ പേരെന്നാണ്. അപ്പോൾ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിപ്രിസിയേഷൻ ഫ്രം ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഈസ് നോൺ ആസ് എന്താണ്? ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ എന്നാണ് അത് അറിയപ്പെടുക കേട്ടോ. ഓക്കെ, അടുത്തത് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്രിസിയേഷൻ കുറയ്ക്കുക അല്ലേ? അസറ്റിൻ്റെ വില ഉണ്ടാവും, വാങ്ങിയ വിലയിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ച് കിട്ടുന്നതാണ് ബുക്ക് വാല്യൂ. അടുത്തത് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ എന്താ പറയുക? ഡെബിറ്റ് സൈഡ് അല്ലേ അത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഏതാണ്? ഡെബിറ്റ് സൈഡാണ്. ഓക്കെ. 110 ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു ചെക്ക്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാ? മാത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ദ അക്കൗണ്ട്സ്, ലോസ് ഓഫ് ദ സൊസൈറ്റി, പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പം മാത്തമാറ്റിക്കൽ ആക്യുറസി നോക്കാനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഫോളോഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ 4 കൺസെപ്റ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബിസിനസ് എൻറ്റിറ്റി ആണോ, ഡ്യുവൽ ആസ്പെക്റ്റ് ആണോ, മണി മെഷർമെൻ്റ് ആണോ, ഗോയിങ് കൺസേൺ ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ അധിഷ്ഠിതമായിട്ടുള്ളത് ഗോയിങ് കൺസേൺ എന്ന കൺസെപ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് നിർബന്ധമായിട്ട് കവർ ചെയ്തിട്ട് പോകണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നാണ്? കോസ്റ്റിംഗ് ആണോ, ജേർണലൈസിങ് ആണോ, അനാലിസിസ് ആണോ, പോസ്റ്റിംഗ് ആണോ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജേർണലൈസ് ചെയ്യണം അല്ലേ? സോ ഫസ്റ്റ് കടമ്പ അതാണ് ജേർണലൈസിങ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജേർണലൈസിങ് ആണ്. ഓക്കെ. അടുത്തത് ബിൽസ് റിസീവബിൾ കംസ് ആണ്. ബിൽസ് റിസീവബിൾ ഏതിലാണ് പെടുക? വർക്കിംഗ് ക്യാപിറ്റലിലാണോ, ബാഡ് ഡെറ്റ്സിലാണോ, ഫ്ലോട്ടിംഗ് അസറ്റ്സിലാണോ, അതോ ഡൗട്ട്ഫുൾ ഡെറ്റ്സിലാണോ വരിക? ഓക്കെ. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് അസറ്റാണ് കേട്ടോ. ഫ്ലോട്ടിംഗ് അസറ്റാണ് ബിൽസ് റിസീവബിൾ. പ്രിലിമിനറി എക്സ്പെൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിലിമിനറി എക്സ്പെൻസസ് ഈസ് ട്രീറ്റഡ് ആസ് വാസ്റ്റിംഗ് അസറ്റാണോ, കറണ്ട് അസറ്റാണോ, ഫിക്റ്റീഷ്യസ് അസറ്റാണോ, അതോ കണ്ടിൻജൻറ്റ് ആയിട്ടാണ് പരിഗണിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പ്രാരംഭ ചെലവുകൾ. അതൊരു ഫിക്റ്റീഷ്യസ് അസറ്റാണ് കേട്ടോ. ഈ പ്രാരംഭ ചെലവുകൾ മുമ്പേ ഉള്ളതാണ്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ചിലവുകളാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ എടുക്കാനാവാം, അതിലുള്ള മീറ്റിങ്ങുകൾ കൂടുക, അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ചിലവുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് പ്രിലിമിനറി എക്സ്പെൻസ് ട്രീറ്റ് ചെയ്യുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റ് ആയിട്ടാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ബെനഫിറ്റ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനഫിറ്റ് എക്സിസ്റ്റ് ഫോർ മോർ ദാൻ 1 ഇയർ, ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കുക അല്ലെങ്കിൽ കിട്ടുക അല്ലേ? ഇറ്റ് ഈസ് കോൾഡ് ഡാഷ് എക്സ്പെൻസസ്. അത് ഏത് തരത്തിലുള്ള എക്സ്പെൻസാണെന്നാണ്. അപ്പോൾ ജനറൽ റവന്യൂ ആണോ, ഡിഫേർഡ് റവന്യൂ ആണോ, ക്യാപിറ്റൽ ആണോ, പീരിയോഡിക്കലാണോ? നമുക്കറിയാം, ഒന്നിലേറെ വർഷങ്ങളിലേക്ക് ബെനഫിറ്റ് വീഴുന്നുണ്ടെങ്കിൽ അതിനെയാണ് പറയുക. ബെനഫിറ്റ് ട്രാൻസ്ഫറായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വർടൈസിങ് എക്സ്പെൻസ് ഒക്കെ നോക്കിയതാണ്. അതിനെയാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. മോർ ദാൻ 1 ഇയർ ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി ഡിവിഡൻഡ് ഈസ് യൂഷ്വലി പെയ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ്. എന്തിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് ആണോ, ഓതറൈസ്ഡ് ക്യാപിറ്റലാണോ, അതോ കോൾഡ് അപ്പ് ക്യാപിറ്റലാണോ, അതോ പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണോ ഉത്തരമായിട്ട് വരിക? അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണുള്ളത്? ആ പെയ്ഡ് ചെയ്ത ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് നോക്കിയിട്ടാണ് ഡിവിഡൻഡ് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻഡിജീനിയസ് കാർഡ് സ്കീം റുപ്പേ ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്നാണ്. ഈസ് ക്രിയേറ്റഡ് ബൈ. ഇൻഡിജീനിയസ് കാർഡ് സ്കീം റുപ്പേ ക്രിയേറ്റ് ചെയ്തത് RBI ആണോ, നബാർഡ് ആണോ, NACH ആണോ, NPCI ആണോ? ആരാണ് ഇൻഡിജീനിയസ് കാർഡ് സ്കീം സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. ഓക്കെ. അപ്പോൾ NPCI ആണ് ഇതിൻ്റെ ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. NPCI ആണ് ഇൻഡിജീനിയസ് കാർഡ് സ്കീമും റുപ്പേ ഈസ് ക്രിയേറ്റ്. റുപ്പേ എന്ന് വെച്ചാൽ NPCIയുടെ പ്രൊഡക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ അത് ഇൻഡിജീനിയസ് കാർഡ് സ്കീമാണ് ഈ റുപ്പേ എന്നുള്ളതും ഒന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. ഒറ്റയാനെ തിരിച്ചറിയാന്നൊക്കെ നമ്മൾ പറയില്ലേ. ബിൽസ് പേയബിൾ ആണോ, ക്രെഡിറ്റേഴ്സ് ആണോ, ബാങ്ക് ലോൺ ആണോ, ക്യാഷ് അറ്റ് ബാങ്ക് ആണോ? ഏതാണ്? ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സും ബാങ്ക് ലോണും ഒക്കെ ഒരേ പോലത്തെയാണ്. ക്യാഷ് അറ്റ് ബാങ്ക് ആണ് ഇവിടെ വ്യത്യാസമായിട്ട് വരുന്നത്.
ഇനി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഏത് തരം അക്കൗണ്ട് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിയൽ ആണോ, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ ആണോ, അതോ പേഴ്സണൽ ആണോ, നോമിനൽ ആണോ? കൺസൈൻമെൻറ്റ് അക്കൗണ്ടാണ്. കൺസൈനറും കൺസൈനിയും ഒക്കെ വരുന്ന കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ഏത് അക്കൗണ്ട് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്രിസിയേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഡിപ്രിസിയേഷൻ എന്തിൻ്റെ കോസ്റ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റിങ്ങിൻ്റെ ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. എക്സ്പ്ലിസിറ്റ് ആണോ, ഇംപ്ലിസിറ്റ് ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് ആണോ, സെല്ലിംഗ് ആണോ? ഏതാണ് ഡിപ്രിസിയേഷൻ്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇംപ്ലിസിറ്റ് കോസ്റ്റാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തിലാണ്? ഇംപ്ലിസിറ്റ് കോസ്റ്റിലാണ് കേട്ടോ. ഇനി അടുത്തത്, ടെക്നോളജിക്കൽ ചേഞ്ച് ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് റിസ്ക് ഇൻ ബാങ്ക്. ബാങ്കിൽ റിസ്ക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പം സ്ട്രാറ്റജിക് റിസ്ക് ഉണ്ട്, ലിക്വിഡിറ്റി റിസ്ക് ഉണ്ട്, ഓപ്പറേഷണൽ റിസ്ക് ഉണ്ട്, മാർക്കറ്റ് റിസ്ക് ഉണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ധാരാളം റിസ്ക്കുകളുണ്ട്. ടെക്നോളജി ചേഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടെക്നോളജി ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ ടെക്നോളജി ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ഓപ്പറേഷണൽ കാര്യങ്ങളാണ് അല്ലേ അവിടെ നടക്കുന്നത്, അപ്ലൈ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെവലിൽ ചിന്തിക്കുമ്പം. അതുകൊണ്ടാണ് ടെക്നോളജി ചേഞ്ച് ഒരു ഓപ്പറേഷണൽ ടൈപ്പ് ഓഫ് റിസ്ക് ഇൻ ബാങ്കായിട്ട് ഉത്തരം കൊടുത്തിട്ടുള്ളത് കേട്ടോ. നെറ്റ് പ്രോഫിറ്റ് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? ലയബിലിറ്റി ആയിട്ടാണോ, എക്സ്പെൻസ് ആയിട്ടാണോ, അസറ്റ് ആയിട്ടാണോ, ഇൻകം ആയിട്ടാണോ ചോദിച്ചിട്ടുണ്ട്. സോ നെറ്റ് പ്രോഫിറ്റ് ഒരു ലയബിലിറ്റി ആണ് കേട്ടോ കണക്കാക്കുക. നെറ്റ് പ്രോഫിറ്റ് ഒരു ലയബിലിറ്റി ആയിട്ടാണ് കണക്കാക്കാറ്. മാക്സിമം എമൗണ്ട് ഓഫ് ടൈം ഡെപ്പോസിറ്റ്സ്. ടൈം ഡെപ്പോസിറ്റ് വിച്ച് ക്യാൻ ബി കെപ്റ്റ് ഇൻ ദ നെയിം ഓഫ് എ മൈനർ. ഒരു മൈനറുടെ പേരിൽ നമുക്ക് എത്ര രൂപ കൊണ്ടിടാം എന്നാണ്. അതായത് മൈനറുടെ പേരിൽ FD സ്റ്റാർട്ട് ചെയ്ത് അവരുടെ പേരിലാവുമ്പോൾ എത്ര രൂപ വേണമെങ്കിലും കൊണ്ടിടാം അല്ലേ. പ്രത്യേകിച്ച് ഒരു ഇത്ര രൂപയുടെ മുകളിൽ FD ഇടാൻ പാടില്ല എന്നൊരു റെസ്ട്രിക്ഷനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരിക അൺലിമിറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 124ാമത്തെ ക്വസ്റ്റ്യനാണ്. ഡാഷ് ഈസ് എ ബുക്ക് ഓഫ് പ്രൈം എൻട്രി. പ്രൈം എൻട്രി ഏത് ബുക്കിൻ്റെ ഭാഗമാണ്? അക്കൗണ്ട്, ലെഡ്ജർ, ജേർണൽ, നൺ ഓഫ് ദിസ്. ഏതാണ്? പ്രൈം എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു ലെഡ്ജറാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്യാഷ് ഇൻ ഹാൻഡ് ഈസ് എ ഡാഷ് അസറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ത് അസറ്റാണെന്ന്? കറണ്ട് അസറ്റ് ആണോ, ടാഞ്ചിബിൾ അസറ്റ് ആണോ, ഫിക്സഡ് അസറ്റ് ആണോ, അതോ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ? ക്യാഷ് ഇൻ ഹാൻഡ് ആണ് കേട്ടോ, കയ്യിലുള്ള പൈസ. അപ്പോൾ അത് ഏതാ വരിക? അതൊരു കറണ്ട് അസറ്റാണ് അല്ലേ, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൽ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണെന്നാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണോ, നൺ ഓഫ് ദി എബവ് ആണോ എന്ന്? ഓക്കെ, അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. കിട്ടുന്ന എല്ലാ സോഴ്സുകളിൽ നിന്നും നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പഠിക്കുക. അപ്പോൾ എക്സാമിനോടുള്ള ഒരു നമ്മുടെ മെൻറ്റാലിറ്റി തന്നെ മാറും അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.